അവൻ അങ്ങനെ പലതും പറയും. അല്ല, അങ്ങനെ അവൻ എന്തെങ്കിലും കൊടുത്താൽ അവന്റെ അച്ഛൻ ചോദിക്കും, ഇവൻ നമ്മുടെ മോൻ തന്നെയാണ്. ആ ബോണ്ട് കിട്ടി. പ്രശാന്തേ, നമ്മളെക്കാളും നല്ല ബോണ്ടാണല്ലേ. അപ്പൊ ഷോപ്പിങ്ങിന് പോകാറില്ല ഞാൻ. ഇല്ല. അച്ഛന് വേണ്ടിട്ടല്ലേ മെർലൻ ബ്രാൻഡോയ്ക്ക് വേണ്ടിട്ടെങ്കിലും പോയിക്കൂടെ? അത് കണ്ടല്ലേ. അല്ലേ, അതിൽ കൂടുതൽ നല്ലൊരു ഉത്തരവില്ല. ഞങ്ങൾ ആ കാറ് നോട്ടിട്ടിരിക്കുന്നല്ലേ. ചെറിയ സ്കാം ഒന്നും ഇല്ല, വലിയ സ്കാം ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതിൽ പക്ഷേ ഇവൻ നല്ലവനാ. ഞാൻ ഇപ്പൊ നല്ലവനാ, സീസൺ മാറി. ആണോ? നല്ലവനാ, നല്ല മോൻ, നല്ല നടൻ, എല്ലാം. ശമ്പളേ ഇല്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഭക്ഷണമൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പോ ചോദ്യങ്ങൾക്ക് ഉത്തരം തരിക. ആ ഉത്തരത്തിന് 30 സെക്കൻഡും. ആവശ്യക്കാർ ഉത്തരം പറയാം. ആവശ്യക്കാർ ഞാൻ കാണിച്ചില്ല. ആ ഗോൾഡ് വിന്നറിനെ മിൽക്ക് മെയ്ഡിന്റെ സൈഡിൽ പോയല്ലേ എടുക്കേണ്ടത്? അതെ, ഇതൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്, കണ്ടോ? അവന് ഓൾറെഡി ലിസ്റ്റും അവന് വാട്സാപ്പ്. ഞാൻ കണ്ടതാണ്. എടി, ഞാൻ കേറാൻ പോകുന്ന ലിസ്റ്റ് അയക്ക് എന്ന് ഷീബ വാട്സാപ്പ് ചെയ്തേക്കാ ലിസ്റ്റ്. ഷീബ എന്നോട് പറഞ്ഞു, അവിടുന്ന് ഒന്നും എടുക്കല്ല, എല്ലാം ചേട്ടൻ കൊണ്ടുവരും. നിന്നെ പോലെ ഇവിടത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി കൊളാബ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്കാരും വീട്ടിൽ കൊണ്ട് ഉണ്ടാക്കണം. അവിടെ ഉള്ളൂ, ഇവിടെ ഇല്ലാന്ന്. ഇവിടെയും കൂടി വന്നിട്ട് വേണം നോക്കാൻ. ഈ പകപോക്കാണല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തുക. ഉത്തരം പറയുക. ഒരു മുറിയിൽ ആകെ 5 ബൾബുകൾ ഉണ്ടായിരുന്നു. ഒരു മിന്നൽ വന്നപ്പോ അതിൽ 3 ബൾബുകൾ ഓഫായി. എങ്കിൽ ആ മുറിയിൽ എത്ര ബൾബുകൾ ഉണ്ടാവും? 5 ബൾബ് ഓഫ് ആയതല്ലോ. എടാ, എന്താ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പഴും നീ നന്നായിട്ട് കറക്റ്റ് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. 20 വർഷം വാൽക്കണ്ണാടിയിൽ ഇത് തന്നെ. ഈ പഴയ ചോദ്യം ചോദിക്കരുത്. 1000 രൂപ സാധനം കളിക്കാ. നീ എവിടാ? 20 വർഷം മുമ്പ് വാൽക്കണ്ണാടി ചോദിച്ച അതേ ചോദ്യം ചോദിച്ചവരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഞാൻ. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ബോണ്ടിനെ പറ്റി. അതല്ല, ചോദ്യം തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉണ്ടാക്കിയ ചോദ്യമാണ്. ശരി, 5 ബൾബ് ശരിയായ ഉത്തരം. ഓക്കെ, നിനക്കൂടെ വേണ്ടിയാണ്. സന്തോഷിക്കും. ശരി, ഈ കൂട്ടത്തിൽ ആര് പോകുന്നു അകത്ത് ഷോപ്പ് ചെയ്യാൻ? പുള്ളി പോകോളൂ. ഉത്തരവും പറയണം, ഷോപ്പും ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇയാളെ ഷോപ്പ് ചെയ്യും. പുള്ളിയുടെ ഭാര്യയ്ക്ക് എന്നിട്ട് ഞാനിത് കൊടുത്തു വിടണം. ഒന്നും എനിക്ക് തരൂല. ടീഷർട്ട് കൊണ്ടൊന്നും തന്നല്ലേ? ടീഷർട്ട് തന്നില്ല, അതിന്റെ നന്ദി കാണിക്കുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.